ചന്ദ്രനെ പ്ലക്കാൻ കൊണ്ടുപോകണം എല്ലാരും നോക്കിയെന്ന്. ചന്ദ്ര വലിച്ചു വണ്ടിയാ മാപ്പിലൊരു അണ്ടിയുടെ ഷേപ്പ് കണ്ടോ അതിന്റെ അടുത്തുണ്ട്. എടാ ശരിയാണ് നോക്കിയേ, നമ്മള് തുമ്പത്തുണ്ട്. അയ്യേ അയ്യോ ഇത് ആരപ്പിട്ടോ ഇത്. അല്ല മെന്റലുള്ള കുറച്ച് മെന്റലുള്ള പയ്യൻ. ഒപ്പോ അതിപ്പം എന്റെ തല അടിച്ചാനിപ്പോ അത് ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രു, നടക്കത്തില്ല. ചന്ദ്രു ഇന്നലെ പീടി വന്നില്ല, ഇന്ന് നമുക്ക് പീടി വരുത്തണം. എടാ മെയിൻ ബാഗ് അടിക്കാൻ പോയിട്ടാ പോയാലോ? ഇന്നലെ എന്തായാലും പീടി വന്നില്ല, ഇന്ന് വരുത്തണം ചന്ദ്രു. വാ, അറിയാലിപ്പോ എന്റെ സാധനം കയ്യിലുണ്ട്, സെറ്റാണ്. അല്ല നിനക്ക് ലെവലില്ല ലെവലുള്ള അൾട്രോണിനെ വിളി. അൾട്രോണോ ടർബോനെ വിളി. ചേട്ടാ ആരാ ഇന്നലെ വന്നേ? ആരാ? അൾട്രോ വിളിച്ചിട്ട് ഒരാൾ ഒതുകല്ല നമുക്ക് അങ്ങോട്ട്. ബാക്കി നമ്മൾ ഇത്ര ഉണ്ടല്ലോ, 2 4 6 7 പുള്ളി കൂടെ ആകുമ്പോ 8 നിർത്തി അടിക്കാൻ. അവര് മാസ് ഗ്യാങ് ഉണ്ടോടാ? ചന്ദ്രൻ മെയിൻ ബാങ്ക് അടിച്ചാലോ? അതാണ് നിനക്ക് ലെവലുണ്ടാ? അല്ല കെവിക്ക് വാറ. പിന്നെ ചന്ദ്ര ഇന്നലെ വന്നിട്ട് ലേറ്റ് നൈറ്റ് എന്റെ അടുത്ത് ചൊറഞ്ഞായിരുന്നു. ആര്? മാസാ ഗ്രൈൻഡ് ചെയ്യുമായിരുന്നു ചോദിച്ചേ ചന്ദ്ര. ലേനേറ്റ് എന്ത് ചെയ്യണ്ട മോബി? ലേറ്റ് നൈറ്റ് ഞാന് എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് നിൽക്കുവായിരുന്നു. സത്യസന്ധൻ. ഏത് ഫ്രണ്ടാ? അല്ല സംസാരിച്ചോണ്ടിരിക്കാറ്. നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടാ. ഇത് നമുക്ക് സംസാരിക്കാം. ഇത് നമുക്ക് നമ്മുടെ കുള്ളൻ കഴിഞ്ഞതിന് അന്ന് കഴിക്കാം. നിന്റെ ചെറുതാണാ? എല്ലാം ചെറുതായി ഇപ്പം. എങ്ങനെ അറിഞ്ഞേ? അറിയത്തില്ല, ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി കൈ പിടിച്ചു നോക്കിയപ്പോ സാധനം പോലെ ചെറുതായി. ചന്ദ്ര ചന്ദ്ര ഞാൻ ഇടയ്ക്ക് ചെറുതാവുന്ന ചന്ദ്ര. അത് ഇടക്കിടക്ക് ചെറുതാണ്, എപ്പോഴും നമുക്ക് വലുതായി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോ മൊത്തത്തിൽ ചന്ദ്ര അവനെ മൂത്രം ഒഴിച്ച് അപ്പി ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ പിന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ? ബാല നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ റോഡിന്റെ നടുക്കിറങ്ങി 50 വരെ എണ്ണ. പിന്നെ എനിക്ക് എണ്ണി പഠിക്കല്ലേ പരിപാടി. ശരിയടേ, നിന്നെ കൊണ്ടുപോകുന്ന വണ്ടി വരും അവിടെ നിന്നോ. ഇല്ല ഇപ്പൊ വന്നു വണ്ടി ഒന്ന് നോക്കിയെന്നോ. ചന്ദ്രനെ പ്ലക്കാൻ കൊണ്ടുപോകണം എല്ലാരും നോക്കിയെന്നോ. ചന്ദ്ര ബാലിനെ പ്ലക്കാൻ കൊണ്ടുപോകും. എന്തായാലും കൊണ്ടുപോകും. അങ്ങോട്ട് മാറി പ്ലക്കാൻ കൊണ്ടുപോകും ബാലിനെ നോക്കോ. ചന്ദ്ര മാറിയില്ല, പ്ലക്കാൻ കൊണ്ടുപോയി വണ്ടി കയറ്റി വലിച്ചു വണ്ടി കൊണ്ടുപോല്ലേ. വണ്ടി ഞാൻ എടുക്കാം അണ്ണാ, വണ്ടി ഞാൻ എടുക്കാം അണ്ണാ. ബാലിനെ തന്നിട്ട് പോടാ. എടാ ബാലിന് കളിക്കാൻ കൊണ്ട് പാലത്തിന്റെ അടിയില്ല. എന്നെ ചെയ്യോ എനിക്ക് പോണ അല്ല അങ്ങനെയില്ല. എന്നെ കൊണ്ടോട്ടെ ചന്ദ്ര, ഞാൻ പോട്ടെ. അവൻ അവിടെ പോയി വാരിക്കോ. അല്ല എന്നാ ഞങ്ങളെ കൂടെ അങ്ങോട്ട് വിടുവോ? നമ്മളെ കൂടെ വിട്ടെങ്കിൽ നമ്മൾക്ക് എവിടെ കാരണം ഞങ്ങള് വിളിക്കാൻ വരാം. എവിടാ മാപ്പിലൊരു അണ്ടിയുടെ ഷേപ്പ് കണ്ടോ അതിന്റെ അടുത്തുണ്ട്. എടാ ശരിയാണ് നോക്കിയേ, അണ്ടിയല്ലേ അത്. ഞാനിപ്പോഴാണ് ഇത് കാണുന്നത്.
അണ്ടി ഇനി കാറിന് ഞാനിപ്പോ അണ്ടിയുടെ തുമ്പിലുണ്ട്. തുമ്പത്തിരിപ്പുണ്ട്. നമ്മള് തുമ്പത്തുണ്ട്. തുമ്പിന്റെ പൊക്കത്താണോ താഴെ? നീ തുമ്പിന്റെ മുകളിലാണോ താഴെയാണാ? അല്ല മോളില് പാലത്തിന്റെ മോളില്. ആ ആരാ ഇതിനകത്ത് ഫ്രണ്ട് എന്തിനു ഹലോ ഡെയ്സി ഞാൻ പോട്ടെ. ആ പോട്ടോ. ഇത് മോബിയും അതെ മോബി ഇതാണോ ഡെയ്സി? ഹലോ ഡെയ്സി. ഹലോ ചന്ദ്ര. ഹായ്, ഞാൻ മോബിന്റെ ബ്രദറാണ്. ഹായ്. എനിക്കറിയാം ലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആ ലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാമി ശരണയ്യപ്പ. ബാക്കിലൊരു ആള്. ആ ഡെയ്സി എന്ത് ചെയ്യുന്നു സിറ്റിയിൽ? ഞാനിവിടെ ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ ബ്ലാക്ക് മഫിന്റെ കൂടെ ആണോ? അല്ല അത് വേറെ ക്ലബ്. ബ്ലാക്ക് മാഫിയുടെ ഓപ്പോസിഷൻ പോലെ വരും. ഓപ്പോസിഷൻ ക്ലബ് നിങ്ങളാണോ? അതെ. എത്രയാ നിങ്ങള് ഓരോ ഇവന്റ്സിനൊക്കെ മേടിക്കുന്ന കാശ്? അത് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അത് ഡെക്കറേറ്റ് ചെയ്യാൻ അതനുസരിച്ച. എന്നാലൊരു മിനിമം ഒരു ദിവസത്തിന്റെ പകുതിയൊക്കെ ഇരുന്ന ഒരു ദിവസത്തിന്റെ അത് അറിയത്തില്ല, എനിക്കിപ്പോ കറക്റ്റ് അറിയത്തില്ല. പിന്നെ സ്റ്റാഫ് 1 CR, സ്റ്റാഫ് ഒരു പ്രോഗ്രാമിൽ നിൽക്കാൻ 1 CR. നമുക്ക് ശമ്പളം 1 CR കിട്ടുന്നത്. ഓക്കെ മനസ്സിലായി. മൊബി പിന്നെ എന്തൊക്കെയുണ്ട്? എങ്ങോട്ടാ? എന്താ കറക്കൊക്കെ? എന്താ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ? ഞങ്ങൾ അടുത്തോട്ട് വരുമായിരുന്നല്ലേ? എന്താടാ അർജന്റ് ആയിരുന്നാ? പറയണ്ടായിരുന്ന താഴെ പാലത്ത് അടി നിർത്തി തരുമായിരുന്നല്ലോ നമ്മള്. ചന്ദ്ര ഞാൻ പറട്ടെ, നമ്മക്ക് ശരിക്കും ഇത് കാണാൻ പറ്റില്ല. ഇത് നമ്മക്ക് വീഴുമ്പോഴേ ഇത് കാണാൻ പറ്റും. ചന്ദ്രനോടൊന്ന് കിട്ടണം അത്. അയ്യേ ആ ചന്ദ്ര അസ്ഥികൂടത്തിൽ ഒന്ന് ഇടിച്ചു നോക്കിയ ചന്ദ്ര, പുതിയ തരം ഒരു സാധനം കാണാൻ പറ്റും. ഇല്ല ഇന്നേ വരെ കാണാത്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. തരാം. ചന്ദ്രൻ ഇടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കൊമ്പാച്ചനെ ചന്ദ്രനെ കാണാൻ പറ്റും. ഞാനും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. നീ വെറുതെ കൂട്ടത്തിലുണ്ടാക്കല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. സോറി ആ ശരി ചന്ദ്ര ഒരു ഇടിയുടെ കേസേ ഉള്ളു. ചന്ദ്ര ഒരു ഇടി ഇടിക്കാൻ പിടിച്ച് ഉറക്കണ്ടേ? വണ്ടി കയറി വണ്ടി എടുത്ത് പൊട്ടിക്കും, ഉറപ്പാ. വണ്ടി പൊട്ടും ചന്ദ്ര, വണ്ടി പൊട്ടും. നമസ്കാരം. അപ്പൊ എങ്ങനെയാണ് ചന്ദ്ര? എനിക്ക് ഈ സ്ഥലം അത്ര ഓക്കെ അല്ല. ഈ സ്ഥലം അത്ര ഓക്കെ അല്ല. ഊഴി മണ്ണാണ് നമുക്കിഷ്ടം. ഇതാണ് നമുക്ക് സൗകര്യം. ചന്ദ്രൻ ബാക്കിയുള്ള മാത്രല്ലേ കണ്ടിട്ടുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന എന്താണെന്ന് കാണാം. കരയിലോട്ട് കയറും. കരയിലോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. കരയിലോട്ട് കയറി വരും, കുറച്ചും കൂടെ കരയിലോട്ട്. ചന്ദ്ര, ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇത് ഒരു സൈക്ലിക്കാണ്. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. സൈക്ലിക്കാ? പിന്നെ എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് ഇപ്പൊ. അയ്യോ ഇത് ആരപ്പിട്ടോളായത്? അയ്യോ എനിക്കത് കാണാ. അതല്ലേ പറഞ്ഞ പിണ്ടാൻ പോവാ. ചന്ദ്ര, ഇതാണ് നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണത്തില്ല, നമ്മളെ കാണും ഇടുന്ന ആള് മാത്രം. എന്നെ ഇടിക്കല്ലേ എന്ന് ഞാൻ ചന്ദ്രന്റെ കാല് പിടിച്ച് പറഞ്ഞു.
ഞാൻ പഴയ പറഞ്ഞില്ലേ കൊമ്പാച്ചനെ കാണാൻ പറ്റുമത്. അയ്യോ മാമാ ചന്ദ്ര മതിയായോ? വെറുതെ ഞാൻ അമ്മേനെ കൊണ്ട് ഇടിപ്പിക്കാം കേട്ടോ. ആ എടാ എനിക്ക് പെട്ടെന്ന് മുള്ളാൻ തോന്നിയടാ. അയ്യോ എടുക്കൂ ചന്ദ്ര. ഈ ഓടിക്കഴിഞ്ഞാല് ആ ഒരു വരി കുഴപ്പമില്ല. ഇനി സ്കെൽറ്റൺ നമുക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നം വരുത്തില്ല. വാ 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 കേറ് 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 കേറ്. അതെ 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 സ്കെൽട്ടൻ. ചന്ദ്ര അങ്ങോട്ട് പോയിട്ട് വരാം. ആ ഓക്കെ ഓക്കെ വേടാ പോയിട്ടാ നിങ്ങൾ നീ പോയിട്ടാ. സ്കെൽട്ടൻ പോയാ സ്കെൽട്ടൻ കോഡ് പോയി സ്കെൽട്ടൻ കോഡ്. ചന്ദ്രു പോയിട്ട് വേടാ പോയിട്ട്. മാഡം ഇത് എത്ര രൂപയാണ് ഹീൽ ചെയ്യാൻ? ഈ സാബ്ഗുരു നാളെ നടത്തുമല്ലേപ്പാ? സാബ്ഗുരു അപ്പൊ നാളത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു 10-12 ഒരു 15 സ്റ്റാഫ് ഉണ്ടാവും. അപ്പോ നമുക്കൊരു 110 സാബ്ഗുരു ഒരു അത്രയും നമ്മൾ ഇന്ന് അത്ര ഇരുന്നോണ്ടാണ് പിള്ളേരെ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് ഇരിക്കുകയായിരുന്നു. ഒരു 100 ഓക്കെയാണോ? 100 ഓക്കെയാണോ? ചന്ദ്ര ഞാന് ചന്ദ്രന് എന്റെ വീട് വരെ തന്നു ചന്ദ്ര. എന്നിട്ടും അല്ല 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 സാബ്ഗുരു ഞാനായിട്ടുള്ള പരിപാടിയല്ല, ഇത് പിള്ളേരെ കേസാണ്. ഇത് എന്റെ സൈഡിൽ നിന്ന് ഇത് അവരുടെ 70 CR ഫിക്സ് ആണ്. അല്ല സാബ്ഗുരു അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ആക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. കാരണം അത്ര വർക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ. ആയിക്കോട്ടെ 100 എങ്കിലും 100. ആ ഓക്കെ ഓക്കെ അത് ഡബ്ല്യൂ ശരി. അപ്പൊ നാളെ വാസം എന്തായാലും വരും കേട്ടോ. അപ്പൊ നാളെ വന്നോടനെ തന്നെ നമ്മൾ ആളെ കൊണ്ട് കുളിപ്പിക്കാനെ കൊണ്ടുവന്നിട്ട് നാളെ സെറ്റാക്കി കൊണ്ടെത്തിക്കാം. എന്തായാലും ഓക്കെ ശരി ഡബ്ല്യൂ ശരി ഓക്കെ ഓക്കെ ഓക്കെ. നാളെ 100 CR ഒരു വർക്കാണ്. സാബുവിന്റെ ഇല്ലടാ സാബുവിന്റെ ഇവന്റ് മാനേജറിന്റെ നമ്മൾ നടത്തണേ. ഹായ് ഹായ് എന്റെ സമയം നിങ്ങൾ എന്താ എല്ലാരും എടുത്താ എത്തിയില്ലേ? ചന്ദ്ര അതല്ലേ ഞാൻ ഇതേപോലെ ഏതെങ്കിലും പെൺകൊച്ചിനെ പരിചയപ്പെടുമ്പോ അതെ അതാരാ 2 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞേ അത് ഞാൻ സമ്മതിക്കൂലല്ലോ. എനിക്ക് 2 ഗേൾഫ്രണ്ട് ഉണ്ടോ നല്ല ആഗ്രഹം ഉണ്ടാ സാർക്ക്. അത് ചന്ദ്രു പണ്ടേ ആലോചിച്ചായിരുന്നല്ലോ ചന്ദ്രു. പിന്നെ എന്താ പ്രാബല്യത്തിൽ വന്നില്ലേ? സിറ്റിയിലുണ്ടില്ല അത് വെൽഫെയർ പോലെയാന്ന് തോന്നുന്നു. വല്ലപ്പോഴും ഒരു ആ പറഞ്ഞു നമുക്ക് 7 ദിവസം നമുക്ക് 7 ദിവസം കൂടുതലാണല്ലേ? ആണോ? അത് റീസെറ്റ് ആവോ? എനിക്ക് മനസ്സിലായി. നാളെ ശാന്തിയാണ്. നാളെ ശാന്തി സമാധാനം. നമുക്ക് നോക്കാമല്ലോ. അത് നോക്കാം എന്തായാലും വരാൻ ഞാൻ ഒരു നീലപ്പട ഒരു പച്ചപ്പട ഇരിക്കുന്നല്ലോ അവിടെ. ആരാ അത്? ഡാൻസ് ഗ്രൂപ്പ് ആയിരിക്കും. ചന്ദ്ര എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എടാ വെറുത്തറ ഞാൻ നമ്മള് ഡെയിലി വർക്ക് വല്ലേ ഇതിപ്പം വിട്ടും കല്യാണ വീട്ട് പോലെ. നിങ്ങൾ ഗ്യാങ് ആണോ? ഹലോ ഗ്യാങ് ഫാമിലി എന്തേലും പച്ച ഗ്രൂപ്പ് ഗ്യാങ് ഫാമിലി അങ്ങനെ എന്തേലും? MG3 എന്താ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരെന്താ? നിങ്ങളിപ്പോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ ഡാൻസ് കളി ഒരു പ്രശ്നമില്ല. പരിപാടി ബുക്ക് ചെയ്ത് നമ്മൾ വരുന്നു, കളിക്കുന്നു, പോകുന്നു. എന്റെ പേര് മല്ലൻ സി. പരിചയ സൗണ്ട് അത് ബാലനാണാ? അതെ അതെ ബാല മറ്റേ ഷിഫ്റ്റ് ഒക്കെ വിറ്റായിരുന്ന ടാർപ്പയും വെട്ടി ആളെ പറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പ്. നമ്മളെ സേതുവിന്റെ സൗണ്ട് അല്ലേ? ആർക്ക്? അല്ല നിനക്ക് നിന്റെ സൗണ്ട് ഒരു ഒരിക്കലും ഇല്ല. നിങ്ങളപ്പോ ചന്ദ്രനാണ് കേട്ടോ. ചന്ദ്രൻ. കൊള്ളാം. ഓക്കെ നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരിപാടി എപ്പോഴാണ്?
പരിപാടി നമുക്ക് വരുന്നത് ഒരു ഇനാഗ്രേഷൻ ആണ്, ഒരു ഇതിന്റെ ക്ലബിന്റെ. എപ്പോഴാണ് 10:30. നാളെ സിറ്റി വരുമ്പോഴത്തേക്കും വിളിക്കാം, നിങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ അപ്പൊ നമ്മൾ വരാം. എവിടെ വെച്ചായിരിക്കും? അതെ, നാളെ ലൊക്കേഷൻ പറയാതെ അവര് സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങള് മൊത്തം എത്ര പേരാണ്? നമ്മള് ഇപ്പൊ മൊത്തത്തിലൊരു 10 പേരുണ്ട്. ഉണ്ടല്ലേ? ഓ, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമ്മള് വിളിച്ചാതെ നമ്മളിവിടെ കാണും. ഓക്കെ. എടാ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു മെയിൻ ബാങ്ക് അടിക്കടാ, നൈസാണ്. പക്ഷെ ഒരാള് വേണം നല്ല എക്സ്പി ഉള്ള. എത്ര എക്സ്പി ഉള്ള ആൾക്കാർക്ക് മാത്രമേ മെയിൻ ബാങ്ക്. ഒരു സെക്കൻഡ് വാല എങ്ങനെയാ ഇത് മെയിൻ ബാങ്ക് റോബർ അടിക്കാൻ അറിയാവോ? പണ്ടത്തെ പോലെ മറ്റേ സാധനം കൊണ്ട് നേരെ കുത്തിയാലൊന്നും നടക്കൂല. വിഷയമാണ് ഇന്നലെ. എടാ ഇവിടെ കോൺട്രാക്ട് ടാബ്ലറ്റ് എടുത്തിട്ട് ആദ്യം നമ്മള് റോബറി ബുക്ക് ചെയ്യണം. എന്നിട്ട് അതില് വേണ്ടുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മള് ബ്ലാക്ക് മാർക്കറ്റിൽ പോയി മേടിക്കണം. മേടിച്ചതിന് ശേഷം ബാക്കിയൊക്കെ നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. ഇങ്ങനെ ഇനി നിനക്ക് ഇങ്ങനെ റോബറി ചെയ്യണമെങ്കിൽ നിനക്ക് റോബറി ചെയ്യണമെങ്കിൽ മിനിമം 100+ XP വേണം. 100 അല്ല, സോറി 1000+ XP വേണം. ഇപ്പൊ എത്ര XP ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വേറെ വെള്ളം ഉണ്ടോ? ID 494. സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് എനിക്കൂടെ പറഞ്ഞല്ലോ അടിച്ചു. എന്റെ പേര് ദാവീദ് സത്താർ. സാറേ ഈ വണ്ടി ഇത് മറ്റേ ടെക്നിക്കലി പണിഞ്ഞൊരു വണ്ടിയാ, ബോട്ടും കൂടെ ആവുന്നേ. അപ്പൊ നമ്മള് ഇതുവഴി അപ്പുറത്തെ കരയിലോട്ട് പോകാൻ വേണ്ടി ബീച്ചിലോട്ട് വണ്ടി ഇറക്കാൻ പാടില്ല. സാറേ വെള്ളം കിട്ടില്ല സാറേ. അയ്യപ്പ വണ്ടി കയറും കാര്യങ്ങളൊക്കെ. താങ്ക് യു സാറേ. കാണാം സാറേ. ആശേ പട്ടി കഴുകറി വണ്ടിക്കകത്തിരുന്നിട്ടൊക്കെ എന്റെ വിരലിനെ ഓടിച്ചെടുക്കും ഞാൻ. എടാ ആരെങ്കിലും ഇവിടെ പേരെടുത്ത കള്ളന്മാരെല്ലാം ഉണ്ടോടാ? പേരെടുത്ത കള്ളം വേണം. പേരെടുത്ത കള്ളനാണോടാ? പെരിയ കള്ളാരെന്നറിയോ? കാർലോ. അതറിയാം. നിങ്ങൾക്ക് ടാബ് ഉണ്ടോ? അത് ആദ്യം ചോദിക്കട്ടെ. ഞാന് റോബറി ചെയ്യാറുണ്ടോ? റോബറി ചെയ്യാറുണ്ടോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലെവൽ ഉണ്ടെങ്കിൽ എന്താണ് ഗുണം? എന്താണ് പറ്റത്തുള്ളൂ? ലെവല് കൂടിയാലേ വലിയ റോബറീസ് റോബറി ചെയ്ത് കൂട്ടി കൊണ്ടുവന്ന് വേണം വലിയ റോബറിലോട്ട് പോവാൻ. ഇടയ്ക്കൊക്കെ വരെ മറ്റേ വീടാ വല്ലതും കുത്തി തുറക്കാൻ പോന്നേ. അവന്റെ ലെവലുള്ള ലൂക്ക ചെയ്യാ. വേറൊരാള് നമ്മൾ രണ്ടുപേരും വിളിച്ചിട്ടുണ്ടോ? എന്തായാലും വിളി വരും. നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിലോട്ട് പോയാലോ? ബ്ലാക്ക് മണി ഉണ്ടാവില്ല ആരുടെ ഇതിലും. ചന്ദ്രന്റെ കൈ എന്റെ 3 1.5 ലക്ഷം ഉള്ളൂ. അപ്പൊ ബാക്കി 3 ലക്ഷം. ചന്ദ്രൻ എന്റെ സാധനം ഇരിപ്പുണ്ട്. ചന്ദ്രന്റെ ഇരിപ്പില്ല നോക്ക്. മറ്റേ ഇന്നലത്തെ സാധനം ഇരിപ്പുണ്ട്. ബാക്കി ഇവന്മാർക്ക് മേടിച്ചാൽ സ്പൂഫിംഗ് കാർഡ് ഫാന്റസീസ് എന്റെ ഉണ്ട്. ഇവന്മാർക്ക് മേടിച്ചാൽ മതി. സ്പൂഫിംഗ് കാർഡ് എന്റെ ഉണ്ട്. അപ്പൊ മറ്റേത് മേടിച്ചാൽ മതി. വലിയ പൈസ. അതിന് എത്ര രൂപ? ഇന്നലെ ആരാ മേടിക്കാൻ പോയി? ജൂഡല്ലേ? എടാ നമ്മൾ എത്ര പേര് വേണോ? 8 പേരാണോ? 8 പേര്. ആ മറ്റേ ലെവലുള്ള ആളെ കൂടെ കൂട്ടിയിട്ട് 8 പേര്. അല്ല മൊത്തം 9 പേര്. ജൂഡിന്റെ അത്തി വന്നോ? ജൂഡില്ലല്ലോ. റേഡിയിലുണ്ട്. ജൂഡായാലോ? ഇല്ല ജൂഡില്ലല്ലോ. ജൂഡ ഇന്നലെ സ്പൂഫിംഗ് കാർഡ് മറ്റേത് വാങ്ങി. എത്ര ബ്ലാക്ക് ആടാ? അത് 24 ലക്ഷം എന്തോ ആണ്. 4 27 ലക്ഷം ആയാ? നിന്റെ ബ്ലാക്ക് ഇരിപ്പുണ്ടാ? അല്ല ഞാൻ പോയി മേടിക്കാം. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പൊ അവിടെ പോയി മേടിക്കാനായിരുന്നു. നീ കാശ് മുതുക്കൊണ്ട്
ആ നമ്മള് മറ്റേ ഇവിടെ നമ്മുടെ മറ്റേ ഡൂമില് ആ എന്റെ 10 ലക്ഷം ഉണ്ട്. അല്ല എന്തിനാ അവിടെ നിന്ന് എടുക്കാം നമ്മള്, എനിക്ക് ഷെയർ ഉണ്ട്, ഞാൻ എടുക്കാം. ഇതേ ബാങ്ക് റോബറി കഴിഞ്ഞിട്ട് എന്താണ്, അടിയാണോ എസ്കേപ്പ് ആണോ? അടിക്ക. ഇന്നലെ പീടി വന്നില്ലടാ, ഇന്നെങ്കിലും പീടി എടുത്തിട്ട് അടിക്കണം. നമുക്ക് തീർക്കണേ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ മണിക്കൂറൊന്നും ആവരുതേ. എനിക്ക് ചന്ദ്രൻ മറ്റേ ചെയ്ത് കാണണം. ചന്ദ്രൻ ഏതാ ലോക്കർ തുറക്കുന്നേ, അത് ചെയ്യണം ചന്ദ്രൻ. അത് ടാബ് നിനക്ക് വെയിറ്റ്, നിനക്ക് 0 XP നീ ഇതുവരെ റോബർ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, സീറോയാ. എന്റെ കയ്യിൽ കിടപ്പുണ്ട് കേട്ടോ, സാധനം കയ്യിലുണ്ട്. അപ്പൊ നീ എടുക്ക്, അപ്പൊ നീ നിനക്ക് ചെയ്താലേ പക്ഷെ വിളിച്ചിട്ടില്ല. ഇപ്പൊ ടോപ്പ്. വിളിക്കാം, മറ്റേ പയ്യൻ വന്നിട്ട് വിളിക്കാം. മെയിൻ ബാങ്ക് അടിക്കാൻ വേണ്ടി എടാ ഹെലിയും തരാ. എടാ എല്ലാരും കേരി അടിച്ച് കയറാം, നമുക്ക് ഹെലികോപ്റ്ററിൽ പോയിട്ട് പെട്ടെന്ന്. അതന്നെ ഞാനേടാ ഇന്നലെ അവന്റെ നമ്പർ വാങ്ങിച്ചായിരുന്നു. അല്ല അവൻ ആഡ് ചെയ്താലും മതി. അല്ല ആരെങ്കിലും ഒരാള് കൂടിയ ആള് ഇത് ചെയ്തിട്ട് അവൻ ആഡ് ചെയ്താ പോരെ. അതന്നെ അവനൊന്ന് അൾട്രോൺ ഒന്ന് വിളിച്ചു നോക്കാം. എടാ നിനക്ക് മറ്റേ ഇതുണ്ടോ, മെയിൻ ബാങ്ക് ട്രിഗർ ചെയ്യാനുള്ള ഇതുണ്ടോ, XP ഉണ്ടോ? കൂട്ടുകാരുണ്ടല്ലേ, സിറ്റിയിലുണ്ടോ? ബ്ലാക്ക് മാർക്കറ്റ് എവിടെയാടാ? ബ്ലാക്ക് മാർക്കറ്റ്. അവനെ നമുക്ക് ചന്ദ്ര ആളെ കിട്ടി ചേട്ടാ, ആളെ കിട്ടി. സെറ്റ് പേരൊന്നും അറിയത്തില്ല, ഏതൊരുത്തനെ കിട്ടി. അതെങ്ങനെ കിട്ടിയതാ? പക്ഷെ ഇവന്മാര് സ്ഥിരം റോബറി അടിക്കുന്ന ഒരുത്തനെ വിളിച്ചപ്പോ അവൻ വേറെ തന്നെ കണക്ട് ചെയ്തു. ഇങ്ങനെ ഉറപ്പാക്കാൻ പറ്റുമല്ലേ? ഇന്നലെ തന്നെ 100 XP കിട്ടി. 1000 ആയി കഴിഞ്ഞാൽ ടാബ് നമ്മൾ ബ്ലാക്ക് മാർക്കറ്റ് പഴയ അടുത്ത് തന്നെടാ. അല്ല നമുക്കിതൊന്നും അറിഞ്ഞൂടല്ലോ ശരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇത് തുടങ്ങിയത്. ഞാൻ ഈ ടാബ്ലറ്റ് തന്നെ നോക്കിയത് ഇപ്പോഴാണ്. ബ്ലാക്ക് മാർക്കറ്റ് പോസ്റ്റൽ എത്രടാ? ബ്ലാക്ക് മാർക്കറ്റ് മറ്റേ ടണൽ, നമ്മുടെ മെയിൻ ബാങ്കിന്റെ പുറകിലത്തെ ടണൽ. ഇത് ഇപ്പൊ നമ്മള് പുതിയ മാപ്പ് ബ്ലാക്ക് ഇതിന്റെ ജൂഡിന്റെ ഉണ്ടല്ലോ. അത് സ്വിസ് ബാങ്കിൽ പോയി എടുക്കണം. അവിടെ ബാങ്കിലെ കൈ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നിന്നെ ഇല്ലേ ചന്ദ്ര അങ്ങനെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ എനിക്ക് കണ്ണു കൊടുക്കണം, എന്റെ കണ്ണില്ല. അപ്പാർട്ട്മെന്റിലില്ല ഈ സാധനം. സ്വിസ് ബാങ്ക് എവിടെ ഉണ്ട്? സ്വിസ് ബാങ്ക് അവിടെ തന്നെയാണോ? ഇന്നലെ പോയില്ലേ നമ്മള് ഇന്നലെ പോയില്ലേ വേറെ കിടന്ന സ്ഥലം? ഈ ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് മാർക്കറ്റ് രണ്ടും അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയ പോരെ? അല്ല, ആദ്യം ബ്ലാക്ക് എടുത്തിട്ട് വന്നിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ പോണം. ഡാർക്ക് നോക്കാം. ഇപ്പം ബ്ലാക്ക് കയ്യിൽ വെക്കാനേ പറ്റുള്ളൂ, വണ്ടിയിലൊന്നും വെക്കാൻ. എന്നാ ഇപ്പൊ വിളിച്ചേ എന്തായാലും അത് ബുക്ക് ചെയ്യാൻ പറ. മറ്റേ ഇത്